ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോ. ഹായ്, നമസ്കാരം. ഞാൻ ആതിര. ഏവർക്കും ഫ്രൈഡേ ഫേമിലേക്ക് സ്വാഗതം. മഞ്ഞിനു പൂവിടാൻ കൊതിയായി നീ വരൂ ആകാശമാകെ. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ശ്രീ രഞ്ജിത്ത് ജയരാമനാണ്. വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു രാഗമാണത്, നാസിക ഭൂഷണി എന്ന് പറഞ്ഞിട്ട് അതിൽ ചെയ്തിരിക്കുന്ന പാട്ടാണ്. അപ്പൊ അങ്ങനെ ചലഞ്ചിങ് ആയിരുന്നു ഈ സോങ്. എവിടെ പ്രകാശം അറിയാ പാത നീളേ ഇരുൾ പരന്നൊരു നേരം. അദ്ദേഹം പാടിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ ഞാനിപ്പോ എത്തി നിൽക്കുന്ന ഇത്തരം മ്യൂസിഷ്യൻസിലേക്ക് ഇത്രത്തോളം കൈമാറ്റം ചെയ്യപ്പെടാനൊക്കെ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു കൈപിടിക്കലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇൻഡസ്ട്രിയിലെ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതൊന്ന് പറയാമോ? ഞാൻ ബിജിയേട്ടനല്ലാതെ രാഹുൽ രാജിന് വേണ്ടി പാടിയിട്ടുണ്ട്, പിന്നെ മധു പോൾ, ബിബിൻ അശോക്, പിന്നെ എബി സാൽവിൻ തോമസ്. ഈ എബി സാൽവിൻ തോമസിന് വേണ്ടിയിട്ട് 3 സിനിമകൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി പാടി. അദ്ദേഹത്തിന്റെ ഗോളം എന്നുള്ള സിനിമ അത്യാവശ്യം വലിയ ഹിറ്റായിരുന്നു. അപ്പൊ അതിലൊരു പാട്ട് പാടാൻ സാധിച്ചു. പിന്നെ ഇനി ഇറങ്ങാനുള്ള 2 സിനിമകളുണ്ട്. ഉല്ലാസ പൂത്തിരികൾ എന്നുള്ള സിനിമ, അതിൽ നല്ലൊരു പാട്ടാണ്. പിന്നെ ഇപ്പോ ഇനി ടോക്കൺ നമ്പർ എന്നുള്ള ഒരു MB പത്മകുമാർ സാറ് ഡയറക്ട് ചെയ്തൊരു സിനിമയുണ്ട്, അതിനകത്തൊരു നല്ല സോങ് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സാധിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എബി സാൽവിൻ തോമസ് ആണെങ്കിലും മധു പോൾ ഇവര്, പിന്നെ ബിബിൻ അശോക്, ഇവരൊക്കെ തന്നെ ബിജിയേട്ടന്റെ പ്രോഗ്രാമേഴ്സ് ആയിരുന്നു. അതായത് ബിജിയേട്ടന്റെ വർക്കുകളിൽ സംബന്ധിക്കുന്ന മ്യൂസിഷ്യൻസ് ആണ്. അപ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമകൾ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിളിച്ചു. ഒരു നമ്മൾക്കാണ് ആദ്യത്തെ ഒരു പ്രിഫറൻസ് കിട്ടിയിട്ടുള്ളത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ മധു പോള് KSFDCക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു സിനിമയാണ് ചുരുൾ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു നല്ലൊരു പാട്ട് പാടാൻ സാധിച്ചു. അപ്പൊ അതും ഒക്കെ ഇതെല്ലാം സാധിച്ചത് ബിജിയേട്ടനിലൂടെയാണ് എന്നുള്ളത് പറയേണ്ടതുണ്ടല്ലോ. ബിജിയേട്ടന് വേണ്ടി അടുത്ത് പാടിയൊരു പാട്ടുണ്ട്, ഞാനും സൂരജ് സന്തോഷം കൂടിയാണ് അത് പാടിയിരിക്കുന്നത്. അപ്പൊ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് ഞാനൊരു 4 ലൈൻ പാടാം. പുഞ്ചവയൽക്കരയിൽ പുഞ്ചിരിപ്പൂവിടർന്നേ ചെത്തിപ്പൂ ചോപ്പ് പോലെ ഞാറ്റുവേലപ്പാട്ട് പോലൊരുത്തി. പുഞ്ചവയൽക്കരയിൽ പുഞ്ചിരിപ്പൂവിടർന്നേ ചെത്തിപ്പൂ ചോപ്പ് പോലെ ഞാറ്റുവേലപ്പാട്ട് പോലൊരുത്തി. കാതോട് കാതോരം ചേർന്നിരുന്ന് താളത്തിക്കാറ്റലകാതിലോതി. കണ്ടാൽ മടുക്കാത്ത ചേലുകാരി, കേട്ടാൽ മടുക്കാത്ത പാട്ടുകാരി. കണ്ടാൽ മടുക്കാത്ത ചേലുകാരി, കേട്ടാൽ മടുക്കാത്ത പാട്ടുകാരി. പുഞ്ചവയൽക്കരയിൽ പുഞ്ചിരിപ്പൂവിടർന്നേ ചെത്തിപ്പൂ ചോപ്പ് പോലെ ഞാറ്റുവേലപ്പാട്ട് പോലൊരുത്തി. ചേട്ടൻ പാടിയ പാട്ടുകളെല്ലാം നോക്കുമ്പോൾ മെലഡി ബേസ് ആയിട്ടുള്ള പാട്ടുകളാണല്ലോ. ഫാസ്റ്റ് നമ്പേഴ്സ് എങ്ങനെയാ, ഇഷ്ടമാണോ പാടാൻ? തീർച്ചയായിട്ടും ഒരു സിംഗർ ഇപ്പോ ഇന്ന പാട്ടുകൾ മാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു ഇതില്ലല്ലോ. ഇപ്പൊ പക്ഷെ ഒരു സിംഗർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് മെലഡി പാടാനായിരിക്കും. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. കാര്യം എനിക്ക് ഒരുപാട് മെലഡി പാട്ടുകൾ പാടാൻ കിട്ടിയിട്ടുണ്ട്. ഫാസ്റ്റ് നമ്പർ പാടുന്നത് ഇഷ്ടം തന്നെയാണ്. ഇപ്പോ ഗോളം എന്നുള്ള സിനിമയിൽ പാടിയിരിക്കുന്ന പാട്ട് കുറച്ചൊരു എന്താ പറയാ, ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട പഴയകാല മ്യൂസിക് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരുപാട് പേരുണ്ട്. ഈ രവീന്ദ്ര മാഷ് ഇഷ്ടമാണ്, ജോൺസൺ മാഷ് ഇഷ്ടമാണ്. അന്നുണ്ടായിരുന്ന എല്ലാവരുടെയും പാട്ടുകൾ ഈ പറയുന്ന പോലെ ഒരുപാട് പാട്ടുകളുണ്ട്. നമുക്ക് അതൊക്കെയാണ് ഒരു ലൈബ്രറി. ഹൗ ടു സിംഗ് എന്നുള്ള ഒരു എലമെന്റിലേക്ക് വരുമ്പോൾ ഇത്തരം പാട്ടുകൾ പഠിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോ അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്, പാടാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയുന്ന ഒരു പേര് ജോൺസൺ മാഷ് ആയിരിക്കും. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ജോൺസൺ മാഷിന്റെ ഒരു പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ളത്. അതിലെ എല്ലാ പാട്ടുകളും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പത്മരാജൻ സാറിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ. അപ്പോ അതിലെ തന്നെ പാട്ട് പാടാം. ONV കുറുപ്പ് സാർ എഴുതി ജോൺസൺ മാഷ് സംഗീതം ചെയ്ത പാട്ട്. ആകാശമാകെ
കണിമല കതിരുമായി പുലരി പോൽ വരൂ. ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ. പുതുമഞ്ഞിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ കണിമലർ കതിരുമായി പുലരി പോൽ വരൂ. പുതുമഞ്ഞിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ ലാ 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 ലാ. ചേട്ടൻ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇനി പുറത്തിറങ്ങാനുള്ള പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ബിജുപാൽ സാറിന്റെ തന്നെ പെരുങ്കളിയാട്ടം എന്നുള്ള സിനിമ ഇനി ഇറങ്ങാനുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ തെലുങ്കില് ചെയ്തൊരു പടം വാരാഹി, അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ എബി സാൽവിൻ തോമസിന്റെ 2 സിനിമകളുണ്ട്. അത് ഒരെണ്ണം ഉല്ലാസപൂത്തിരികൾ, ഹരീഷ് കണാരൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. പിന്നെ ടോക്കൺ നമ്പർ MB പത്മകുമാർ സാറ് ഡയറക്ട് ചെയ്ത പടം. അങ്ങനെ കുറച്ചധികം സിനിമകൾ ഇപ്പോ ലിസ്റ്റിലുണ്ട്. അപ്പൊ അതൊക്കെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാനും ഇരിക്കുകയാണ്. പ്രേക്ഷകരോട് നമ്മളെ പോലുള്ള ബഡ്ഡിങ് സിംഗേഴ്സിന് എന്താ പറയാന്ന് വെച്ചാൽ, നമ്മളുടെ പാട്ടുകൾ നിങ്ങൾ കേൾക്കുക, പ്രോത്സാഹിപ്പിക്കുക. അത് മാത്രമാണ് നമ്മളുടെ എന്താ പറയുക ആഗ്രഹവും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും. താങ്ക് യു. ആകാശമാകെ കണിമല കതിരുമായി. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഗായകൻ ശ്രീ രഞ്ജിത്ത് ജയറാമനാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ. പുതുമഞ്ഞിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ ലാ 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 ലാ